പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഐസയ 64:6 നോക്കിയേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? അതാണ് വിഷയം. ഈ പുണ്യവും പാപവും ഒരുമിച്ച് ചെയ്താലുള്ള കുഴപ്പം എന്താ? ഈ ലഡുവും ചക്കരവള്ളി ഇലയും കൂടി ഒരുമിച്ച് കഴിച്ചാലുള്ള കുഴപ്പം എന്താണ്? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്താണ് കാര്യം? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. സൽപ്രവൃത്തികളാണ് ചെയ്യണതെങ്കിൽ എന്താ പറ്റി? പാപം പുണ്യത്തിൻ്റെ കൂടി പാപം കാരണം ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പം അതിൻ്റെ കുഴപ്പം എന്താണ്? ആ രക്ഷയെ അത് ബാധിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം പാപം പുണ്യം പാപം ചെയ്തിട്ട് അതുകൊണ്ട് പുണ്യം കൊണ്ട് അതിനെ മറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലേ വിമണി പാടായിരിക്കും. ആഘോഷനും തോന്നിയവാസവും വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂതാശകൾ വെട്ടിമുറിച്ച് വീട്ടിൽ പോയി നിൽക്കുകയും ഇങ്ങനെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചാലേ പിന്നെ എന്തെങ്കിലും ആതുര സേവനവും കിട്ടുന്ന ശമ്പളം കൊണ്ട് പാദം കൊടുക്കാവുന്ന അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ചാലേ ഞങ്ങളുടെ സൽപ്രവൃത്തികൾ എന്ത് പറ്റുമോ? അതിനെ മല്ലമായ വസ്ത്രങ്ങൾ പോലെയാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു, കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. ഓക്കെ അല്ലേ? ഇതാണ് അവസ്ഥ. അപ്പം പുണ്യമായിട്ട് തന്നെ പോകാൻ നോൻപ് കാലത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. പാപപ്രവർത്തികളുടെ എണ്ണം കുറച്ചില്ലായ്മ ചെയ്യണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും